ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് മോളെയും കൂട്ടിയിട്ട് PSG കോളേജിൽ വന്നിരുന്നു. പെർമിഷൻ മേടിച്ചിട്ടാണ്, ഡോക്ടറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് വന്നത്. അവൾക്ക് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇനാഗ്രേഷൻ മീറ്റിംഗ് അത് കമ്പൾസറി എല്ലാ സ്റ്റുഡൻസും അതിനകത്ത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് ഞാൻ കോളേജിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് മോള് മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ക്യാമ്പസിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ചുറ്റി നടന്ന ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു കണ്ടൻറ് ആകും. അതിൽ കൂടെ എനിക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ എനിക്ക് നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഈ കോളേജ് എന്ന് പറയുന്നത് PSG കോളേജാണ്, കോയമ്പത്തൂർ. അതായത് തമിഴ്നാട്ടിലെ നമ്പർ 2 കോളേജ്. 1 കോളേജ് ലൊയോള കോളേജ് ചെന്നൈയിൽ, ഇത് കോയമ്പത്തൂരിലെ PSG കോളേജ് ആർട്സ് ആൻഡ് സയൻസിൽ. ഇത് രണ്ടാമത് സ്ഥാനമാണ് ഈ കോളേജിൽ. അപ്പോൾ ഇവിടെയാണ് മോള് പഠിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ മോള് മീറ്റിങ്ങിന് പോയി. ഇപ്പോൾ ഞാൻ എങ്ങനെ ക്യാമ്പസ് മൊത്തം നടക്കാൻ പറ്റത്തില്ല. 56 ഏക്കറാണ്, അതിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. അത്ര ഏക്കറെല്ലാം നമ്മൾ നടന്ന് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രം ഞാൻ നടന്ന് റൗണ്ട് അടിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കാണണം കേട്ടോ, വീഡിയോ അവസാനം വരെ കാണണം. ഇത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുള്ളവർ മാത്രമേ എൻ്റെ വീഡിയോ കാണത്തുള്ളൂ എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതായത് സത്യത്തെ തേടി യാത്ര ചെയ്യുന്നവർ മാത്രമാണ് എൻ്റെ വീഡിയോ കാണുകയുള്ളതെന്ന് എനിക്കറിയാം. നമ്മൾ ആരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യും? നമ്മൾ സീമാജിയുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. സീമാജിയാണ് നമുക്ക് എല്ലാ അറിവുകളും പകർന്നു തരുന്നത്. അപ്പോൾ സീമാജിയെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലും സംസാരിക്കുന്നത്. ഞാൻ സീമാജിയെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കാര്യങ്ങളുണ്ട് എനിക്ക് സീമാജിയെ പറ്റി പറയാൻ. കാരണം എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഡിപ്രഷൻ, ആ ഒരു എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇപ്പം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മോള് ടൈഫോയിഡ് ഫീവറായിട്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് 2 ദിവസം. അപ്പോൾ മെഡിസിന് ട്രിപ്പിൽ കൂടെ ഏറ്റണം. അവൾക്ക് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിന് കമ്പൾസറി ആയിട്ട് വരണം. അപ്പോൾ ദൈവം അതിനുള്ള ഒരു വഴി, പ്രപഞ്ചം അതിനുള്ള വഴി അവൾക്ക് ഒരുക്കി കൊടുത്തത് കണ്ടില്ലേ നിങ്ങളൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ അവൾക്ക് തീരെ എഴുന്നേൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നെങ്കിൽ അവൾ എങ്ങനെ വരാൻ പറ്റിയേനെയും കോളേജിൽ. അതായത് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് 93 രൂപ പോയിൻ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കോയമ്പത്തൂരിനുള്ള ബസ് ടിക്കറ്റ്. അപ്പോൾ അത്രയും ദൂരത്തിൽ അവളെ യാത്ര ചെയ്ത് കൊണ്ടുവരാൻ ഈ പ്രപഞ്ചം അവൾക്ക് അതിനുള്ള അവസരം കൊടുത്തെങ്കിൽ ഞാൻ സീമാജിയുടെ ഓരോ വാക്കുകളും ഞാൻ അനുസരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. എൻ്റെ മോളെ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മയെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അത്രയ്ക്ക് നിറയെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാര്യം കിട്ടിയത് സീമാജി പറഞ്ഞ വാക്കുകൾ കൂടെ ഞാൻ അവൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും അവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും എല്ലാം മനസ്സുകൊണ്ട് ഞാൻ നല്ല ഒരു സീമാജി എന്ത് പറഞ്ഞോ അതേപോലെയാണ് ഞാനതിൽ ചെയ്തത്. സീമാജി പറഞ്ഞ വിഷയങ്ങളൊന്നും ഞാനതിൽ പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ സീമാജിയുടെ വീഡിയോയ്ക്കകത്താണ് പോയി കാണേണ്ടത്. സീമാജിയുടെ ആ പൊൻമുത്തുകൾ, ആ പൊൻവാക്കുകൾ നിങ്ങൾ ആ സീമാജിയുടെ പറയുന്ന ആ ശബ്ദത്തിൽ കൂടെ വേണം നിങ്ങളുടെ കാതുകളിലെത്താൻ. അത് സീമാജി പറയുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാൾ പറയാൻ അവർക്കൊന്നും അവരുടെ ഒരു യോഗ്യതയില്ല അതിനാർക്കും. കാരണം സീമാജി നമുക്ക് പ്രകൃതി തന്നതാണ്, പ്രപഞ്ചം തന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് സീമാജിയെ. അപ്പം സീമാജി പറഞ്ഞ വിഷയങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അപ്പോൾ എൻ്റെ മാറ്റം മറ്റുള്ളവരിലേക്ക് എത്തണം. കാരണം ഞാൻ മാനസികമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സമാധാനമാണ്. അതായത് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാനുള്ളത്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിന് എങ്ങനെയാണ് ഇത്ര സമാധാനമായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റുന്നത്, ഞാൻ എങ്ങനെയാണ് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അതിപ്പം മൊത്തം സീമാജിയുടെ വീഡിയോ ആരൊക്കെ കാണുന്നോ അവരൊക്കെയും സീമാജിയുടെ വാക്കുകൾ പിന്തുടരുക. സീമാജി പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾവാങ്ങി അത് അവരവരുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരു നിമിഷം ഒരു പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്ത് നോക്ക്. ജീവിതം എങ്ങനെ മാറുന്നെന്ന് നോക്കിക്കോ. അതായത് ഒരു കാര്യം വരുമ്പോൾ ഉടനെ അങ്ങ് പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതല്ല പറയുന്നത്. ആ സീമാജി പറയുന്ന ആ വാക്കുകൾ എല്ലാം കേൾക്കുക, അനുസരിക്കുക. അതിൽ കൂടെ മാത്രമേ ഈ കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അടുത്ത സത്യയുഗം, ആ സത്യയുഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാ നെഗറ്റീവ് എനർജിയും പോകണം. അപ്പോൾ നമ്മളും എന്നാൽ ഒരു ചെറിയൊരു പങ്ക് അതിനകത്ത് വഹിക്കാൻ എനിക്ക് പറ്റുന്നെങ്കിൽ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഞാനതിനകത്ത്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് ഞാൻ വരാം കേട്ടോ.
എല്ലാവർക്കും സുഖവും സമാധാനവും കിട്ടട്ടെ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളോട് ഒരാൾ എപ്പോഴും സ്നേഹമായിട്ടാണ്, എപ്പോഴും ഒരേ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഒരാൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും. അതേസമയം നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. ഉറപ്പായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്തണമെന്ന് നിങ്ങൾക്കൊരു പ്രേരണ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരുമാതിരിപ്പെട്ട ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെടില്ല. കാരണം അവരെപ്പോഴും ദേഷ്യപ്പെടുന്നു, അവർ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് അവരെ വിമർശിക്കാനാണ് നിൽക്കുന്നത് അല്ലേ. അതേസമയം മറ്റു ഭാഗത്ത് പറയും, അവർ എപ്പോഴും നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്, എപ്പോഴും നമ്മളോട് നല്ല രീതിയിലാണ് സഹകരിക്കുന്നതെന്ന് പറയും. ഒരിക്കലും ആ സ്നേഹത്തെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ നന്മ പ്രതീക്ഷിച്ചതുകൊണ്ടല്ല, അത് നിങ്ങളെ വെച്ച് അവർക്ക് എന്തോ ഒരു കാര്യസാധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് എപ്പോഴും ഒരേ രീതിയിൽ സ്നേഹമായിട്ട് അവരെ ഭാവിക്കുന്നത്. നമ്മുടെ സീമാജിയെ നമ്മുടെ സീമാജി നമ്മളെ വഴക്ക് പറയും. അതായത് അതികഠിനമായിട്ടാണ് സീമാജി വഴക്ക് പറയുകയും ശാസിക്കുകയും ചെയ്യുന്നത്. ആ ശാസനയും വഴക്ക് പറച്ചിലും ആര് അംഗീകരിക്കുന്നോ അല്ലെങ്കിൽ ആരത് ഉൾക്കൊള്ളുന്നോ അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. സീമാജി പറയുന്ന കാര്യങ്ങൾ എല്ലാം സത്യമായ കാര്യങ്ങളാണ്. അത് എപ്പോഴും നമുക്കറിയാം, സത്യമായ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ ആർക്കും പെട്ടെന്ന് പറ്റത്തില്ല. അത് ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സത്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ. അതേസമയം ഒരു കപടമായ ഒരു വിഷയത്തെ പെട്ടെന്ന് നമ്മൾക്കത് ആകർഷിക്കും, പെട്ടെന്ന് നമ്മളത് അംഗീകരിക്കും നമ്മൾ. അതുപോലെയാണ് ഇപ്പോൾ ഞാനിത് പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 12 നമ്പർ വെച്ച് ഓരോരുത്തർ വീഡിയോ ഇടുന്നത്, അതേപോലെ തന്നെ ഓരോ നമ്പറുകൾ എഴുതി വെച്ച് തലയിണ കവറിൽ വയ്ക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതോടെ തീർന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഇത് കൊടുക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അവർക്ക് നമ്മളോട് നമ്മുടെ കാര്യത്തിൽ അവർക്ക് അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. നിങ്ങളെ സുഖിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ചാനൽ വളരുകയുള്ളൂ, അവർക്ക് ലൈക്ക് കിട്ടത്തുള്ളൂ, സബ്സ്ക്രൈബ് കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്കതിനകത്തൊന്നും ഒരു വിജയം തന്നിട്ടില്ല. ഇതേപോലെ എൻ്റെ മനസ്സിന് ഒരു ക്ലാരിറ്റി കൊടുത്ത ഒരു വീഡിയോയും വേറെ ഇല്ല സീമാജിയുടെ ഇതുപോലെ. അപ്പോൾ അവർക്കൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഇത് പ്രശ്നം എങ്ങനെയും അതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി, ഇതിന് എങ്ങനെയാണ് നമ്മളൊന്ന് തലയോരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയം, അത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് വിഷയമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ റിലീഫായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഇതേമാതിരിയുള്ള വീഡിയോകളൊക്കെ നമ്മുടെ കണ്ണിൽ പെടുന്നത്. ഇത് ചെയ്താൽ നമ്മൾക്ക് ഫലം കിട്ടും. സപ്പോസ് ഒരു 100-ൽ ഒരു 2 പേർക്കെങ്കിലും അത് നടന്നെന്ന് വരാം. നടന്നാലും അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ, അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇപ്പോൾ ഒരു പക്ഷേ അവരത് ചെയ്ത് അവർക്ക് ആ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡബിളായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ അവർക്ക് ആ ഒരു പ്രശ്നങ്ങളും അവർക്ക് തീർച്ചയായിട്ടും അവർക്കത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, അഭിമുഖീകരിക്കേണ്ടി വരും അവർക്ക് ആ ഒരു പ്രശ്നങ്ങളെ. അപ്പോൾ എന്താണ് ഒരു തീർവ് ഇതിന്? നമ്മുടെ പ്രശ്നത്തിൽ എന്താണെങ്കിലും നമ്മൾ എങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ വെളിയിൽ വരാം എന്ന്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ, ഇപ്പോൾ ഈ സീമാജി പറഞ്ഞു തരുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ അനുകരിക്കുമ്പോഴും എന്ത് വരും? നമ്മൾക്ക് കഷ്ടങ്ങൾ വരും. പക്ഷേ ആ കഷ്ടങ്ങളും നമ്മുടെ സീമാജിയുടെ ഓരോ വീഡിയോകളും കാണണം. തീർച്ചയായിട്ടും എല്ലാ വീഡിയോകളും കാണണം. എല്ലാ വീഡിയോകളും കണ്ടുമെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ഒരു മൊത്തത്തിലൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടങ്ങൾ നമ്മൾ സീമാജിയെ അനുകരിക്കുന്ന സീമാജിയെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൂടെയും നമ്മൾക്ക് കഷ്ടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ആ കഷ്ടങ്ങൾ വരുന്ന ആ സമയത്തും നമ്മുടെ മനസ്സ് പതറുന്നില്ല. അതായത് ഇത് ഇന്നതുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വന്നത്, അതിൻ്റെ സൊല്യൂഷൻ ഇതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് വെളി വരാൻ പറ്റും പെട്ടെന്ന്. ഒരു പ്രശ്നമാണെങ്കിൽ കൂടെയും നമ്മൾക്ക് ആ ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട് നമ്മൾക്ക് ഇരിക്കാൻ പറ്റും. എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരാളൊരു പരിഹാരം പറഞ്ഞു തന്നു,
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ആ പരിഹാരത്തിന് പോവരുത്. ആ പരിഹാരം ഒരിക്കലും നിങ്ങൾക്ക് ഒരു തീർപ്പ് കൊടുക്കത്തില്ല. ആ ഒരു പരിഹാരം നിങ്ങൾ ചെയ്താലും അടുത്ത വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നിങ്ങൾക്ക് ആ പ്രശ്നം, നിങ്ങൾക്ക് ആ ഒരു വിഷയത്തെ നിങ്ങൾ തീർച്ചയായിട്ടും അഭിമുഖീകരിക്കേണ്ടി വരും. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ അതേപോലെ സീമാജി അതികഠിനമായിട്ടാണ് നമ്മളോട് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളോട് വീഡിയോകളിൽ സംസാരിക്കുന്നത്. കാരണം അവരങ്ങനെയാണ്, അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് സീമാജി പറയുന്നത്. അത് അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിനൊരു തിരിച്ചുവരവ് അവർക്ക് കിട്ടും. അത് ആ സത്യം കഴിയുന്നിടത്തോളം മറ്റുള്ളവരിലേക്കെല്ലാം പകരണം എന്നുള്ള ഒരു ആത്മാർത്ഥതയോട് കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സീമാജിയെ പറ്റി പറയുന്നതും ഈ സീമാജിയുടെ വീഡിയോ ഇടുന്നതും. പിന്നെ വേറെ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ സീമാജി ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ സീമാജി പറയുന്നേയില്ല. ഇത് ആർക്ക് അവകാശമുണ്ട്? ഈ പ്രപഞ്ചം ആർക്കാണ് അതിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നു? അവരുടെ കയ്യിലേക്ക് സീമാജിയുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ചേരും. അവർ സീമാജിയെ ഫോളോ ചെയ്യും. അങ്ങനെ സീമാജിക്ക് വേണ്ടുന്ന അംഗീകാരങ്ങളെല്ലാം ഈ പ്രപഞ്ചം കൊടുക്കും. അപ്പോൾ മറ്റു ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവർ വഴക്ക് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ശാസിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവരെപ്പോഴും സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത്. എപ്പോഴും സ്നേഹം, അവരെ അങ്ങ് അവരോട് ചേർത്ത് നിർത്തുന്നമാരുള്ള വാത്സല്യം ഉള്ള രീതിയിലാണ് അവരുടെ സംസാരങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്കാണ് പെട്ടെന്ന് എല്ലാവരും പോകുന്നത്. കാരണം അവരെന്താ വിചാരിക്കുന്നത്, അവർ ഞങ്ങളോടല്ല, ഞങ്ങൾക്ക് നന്മ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാണ് അവർ ചെയ്യുന്നതെന്നുള്ള ആ ഒരു വിചാരമാണ് അവർക്കുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇതെല്ലാം നമ്മളോട് പരിഹാരങ്ങളെന്ന് പറയുന്നു. ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇപ്പം ഇല്ലേ? അത് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഒരു പ്രശ്നങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ എന്നുള്ളൊരു വിഷയം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒരാളിലേക്കെങ്കിലും മതി, ഒരു ദിവസം ഒരാളെങ്കിലും സീമാജിയുടെ വീഡിയോ കണ്ട് തിരുത്തിയാൽ അതാണ് പ്രപഞ്ചത്തിന് ആവശ്യം. അങ്ങനെയുള്ള ആൾക്കാരെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം കലിയുഗം തീരാൻ പോകുന്നു, അടുത്തത് സത്യയുഗം വരുന്നു. ഈ സത്യയുഗത്തിലേക്കുള്ള കുറേ ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് അതിലേക്കുള്ള ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീമാജി വഴി പ്രപഞ്ചം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും സീമാജിയെ ഫോളോ ചെയ്യുക, അറിയുന്ന എല്ലാ ആൾക്കാരിലേക്കും അത് പകർന്നു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള കടമ. ഈ പ്രപഞ്ചം സീമാജിയിലൂടെ നമുക്ക് തന്ന ആ ഒരു ജോലി അതാണ്. അത് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരിലേക്ക് എല്ലാമേ പോസിറ്റീവ് വൈബ്രേഷൻ പകർത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ വന്നു. ഇനി ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷനെല്ലാം അത് എടുത്തിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ. ഇന്ന് ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം എടുക്കാനുള്ള ഒരു ഇഞ്ചക്ഷനുണ്ട്. അതുകൊണ്ട് എടുത്തിട്ട് പിന്നെ ദിവസം വന്ന് പോയി ഒരു 3-4 ഇഞ്ചക്ഷൻ എടുക്കണം. അത് വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന് ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അതും വലിയൊരു ഉപകാരം. അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം, എൻ്റെ വർക്ക് നടക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാം അതായത് നമ്മൾ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രശ്നങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, അതായത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് അതിനകത്തുനിന്ന് റിലീഫായി വരും. ഇപ്പം തന്നെ അവൾ ഇവിടെ ടൈഫോയിഡ് പനിയായിട്ട് ഡിസ്ചാർജ് ആയിടത്തുനിന്ന് കോളേജിൽ നിന്ന് മെസ്സേജ് വന്ന് അവിടെ വരെ അത്രയും ദൂരെ യാത്ര ചെയ്ത് പോകാനൊക്കെ അവൾക്ക് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് സീമാജിയുടെ വാക്കുകളുടെ ആ ഒരു പവറാണത്. ഞാനത് ഉൾക്കൊണ്ടത് കൊണ്ടുള്ള ഒരു പവർ. അതേപോലെ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു, വീട്ടിൽ പോയി വന്ന് ഇഞ്ചക്ഷൻ ഇടാം, ഇന്നിപ്പോൾ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് വൈകുന്നേരം വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അതും വലിയൊരു കാര്യമല്ലേ. അതൊക്കെയാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ വെളി വരുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ തേടി നമ്മൾ വെളിയിൽ പോകുമ്പോഴാണ് നമുക്കതിന് പ്രശ്നങ്ങൾ അധികമാകുന്നത്. പക്ഷേ നമുക്ക് ആ പ്രശ്നങ്ങൾ തീർന്നേക്കാം, പക്ഷേ ആ പ്രശ്നത്തിൻ്റെ അത് ഒരു ഡബിളായിട്ട് നമുക്ക് വേറൊരു സൈഡിൽ നമുക്ക് ആ പ്രശ്നം വരും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഏത് വന്നാലും അക്സെപ്റ്റ് ചെയ്ത്, അതായത് സീമാജി പറഞ്ഞതനുസരിക്കുക. എല്ലാവരും സീമാജിൻ്റെ വീഡിയോ കാണുക. ഓക്കെ കൂട്ടുകാരെ, താങ്ക് യു.